കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിൽ ഒരാൾ അറസ്റ്റിൽ. കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് നിയാസാണ് പിടിയിലായത്. കേരള കർണാടക അതിർത്തിയിൽ വെച്ച് കൊടുവള്ളി CA അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ KV ചേർന്നുണ്ട്. രാഹുൽ, എപ്പോഴാണ് ഇയാളെ പിടികൂടിയത്? എന്താണ് സംഭവിച്ചത്? ജയലക്ഷ്മി, കഴിഞ്ഞ മാസം 17-നാണ് കൊടുവള്ളിയിൽ യുവാവായ അന്നൂസ് റോഷനെ ഒരു ബൈക്കിൽ അതുപോലെ പിന്നാലെ ഒരു കാറിലും എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകലിൽ നേരിട്ട് പങ്കെടുത്ത ആളെയാണ് ഇപ്പോൾ കൊടുവള്ളി പോലീസ് പിടികൂടിയിട്ടുള്ളത്. അതായത് കർണാടകയിൽ നിന്ന് തിരികെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കാറിൽ സഞ്ചരിക്കുന്ന സമയത്താണ് പ്രതിയെ പിടികൂടിയത്. തട്ടിക്കൊണ്ടുപോയ ആ ദിവസം അന്നൂസ് റോഷന്റെ വീട്ടിലേക്ക് ബൈക്കിലെത്തിയ ആളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള മുഹമ്മദ് നിയാസ്. കൊണ്ടോട്ടി സ്വദേശിയാണ്. നേരത്തെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇവർക്ക് ഈ തട്ടിക്കൊണ്ടുപോകലിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് എത്തിയ വാഹനങ്ങളുടെ ഉടമകളും അതുപോലെ തന്നെ വീട്ടിലേക്ക് എത്തിയ വാഹനത്തിന്റെ ഉടമയും അന്നൂസ് റോഷനെ കഴിഞ്ഞ മാസം 22-ാം തീയതി കൊണ്ടോട്ടിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തുന്നത്. അതായത് 17 തട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞ് ലുക്കൌട്ട് സർക്കുലർ ഉൾപ്പെടെ പുറത്തിറക്കിയിരുന്നു. ആ സമയത്ത് കൊണ്ടോട്ടിയിലെ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇയാളെ കർണാടകയിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. കർണാടകയിൽ നിന്ന് കൊണ്ടോട്ടിയിൽ എത്തിച്ച് ഉപേക്ഷിച്ച വാഹനത്തിന്റെ ഡ്രൈവർ അടക്കം 3 പേരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത്. ഷാഫി എന്ന കൊടുവള്ളി സ്വദേശിയും ഈ സംഭവത്തിൽ ഇടനില വഹിച്ച ആളെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നേരിട്ട് പങ്കുള്ള ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം ഈ തട്ടിക്കൊണ്ടുപോകാൻ ആസൂത്രണം ചെയ്ത സംഘം നേരത്തെ അന്നൂസിന്റെ സഹോദരൻ ദുബായിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ വെച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. പൈസ കൊടുക്കാനുണ്ട്, അതിന്റെ പേരിലാണ് തട്ടിക്കൊണ്ടുപോയത്. വീട്ടിലേക്ക് എത്തി ഭീഷണി, കത്തിയൊക്കെ ആയുധങ്ങളും ഒക്കെ ആയാണ് കൊടുവള്ളിയിലെ വീട്ടിലേക്ക് വന്നിരുന്നത്. അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തിയാണ് അന്നൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയിരുന്നത്. എന്തായാലും ഇപ്പോൾ കേസിൽ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതുവരെയായി ഇനിയും പ്രതികൾ പിടിയിലാവാനുണ്ട്. ശരി രാഹുൽ, മുഹമ്മദ് നിയാസ് ആണ് പിടിയിലായിട്ടുള്ളത്. കേരള കർണാടക അതിർത്തിയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത്. KV രാഹുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.